നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കായംകുളം CPM ഏരിയ കമ്മിറ്റി അംഗം NDAയിലേക്കെന്ന സൂചന. NDA നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി KL പ്രസന്നകുമാരി. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ ന്യൂസ് 18 പാർട്ടിയിൽ വിഭാഗീയതയെന്നാരോപിച്ച സൗദി അറേബ്യയിൽ ജയിലിലുള്ള അബ്ദുൾ റഹീമിന്റെ മോചനം വേഗത്തിലാക്കാൻ നിയമസഹായ കമ്മിറ്റി 34 കോടി രൂപ ഇന്ത്യൻ എംബസി വഴി കൈമാറും. ധനമന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി തേടും. റഹീമിന്റെ മടങ്ങിവരവ് കാത്തു കുടുംബം. ഇസ്രായേലിനെ 48 മണിക്കൂറിനകം ഇറാൻ ആക്രമിച്ചേക്കുമെന്ന US രഹസ്യാന്വേഷണ വിഭാഗം. സിറിയയിലെ ഇറാൻ എംബസി ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ നീക്കം. ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ജോ ബൈഡൻ. കരുവന്നൂരിന് പിന്നാലെ മാസപ്പടി കേസിലും പിടിമുറുക്കി ED. CMRL MDയെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. മലപ്പുറം ചങ്ങരംകുളത്ത് കാറുകൾ കൂട്ടിയിടിച്ച ഒരു മരണം. മരിച്ചത് ആനക്കര സ്വദേശി ശ്രീരാഗ്. 4 പേർക്ക് പരിക്ക്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI ഫോറൻസിക് സംഘം ഇന്ന് വയനാട്ടിൽ. ഹോസ്റ്റൽ പരിശോധിക്കും. കൽപ്പറ്റ പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. കാട്ടാന കിണറ്റിൽ വീണ കോതമംഗലത്ത് പ്രതിഷേധം തുടരുന്നു. മണ്ണുമാന്തി യന്ത്രവും മോട്ടോറും വിട്ടുകൊടുത്തിട്ടില്ല. വനംവകുപ്പ് വാക്കുപാലിച്ചില്ലെന്നുടമ. തൃശൂർ പൂരത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണം. അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കാര്യത്തിൽ തീരുമാനം 17-ന്. പൂരത്തിന് ഇന്ന് കൊടിയേറും. പൂരം 19. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളി. ആഘോഷത്തിരക്കിൽ വിപണി. ആശംസകൾ നേർന്ന് ഗവർണർ. വിശദമായ വാർത്തയിലേക്ക്. കായംകുളത്ത് CPMൽ നിന്ന് രാജിവെച്ച ഏരിയ കമ്മിറ്റി അംഗം NDA നേതാക്കളുമായി ചർച്ച നടത്തി. കായംകുളം ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരിയാണ് NDA നേതാക്കളുമായി ചർച്ച നടത്തിയത്. വിഭാഗീയത ആരോപിച്ചായിരുന്നു പ്രസന്നകുമാരിയും മകൻ ബിബിൻ സി ബാബുവും പാർട്ടിക്ക് രാജിക്കത്ത് നൽകിയത്. പ്രശ്നപരിഹാരത്തിനായി മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ യോഗം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു പ്രസന്നകുമാരി NDA നേതാക്കളെ കണ്ടത്. ബിബിൻ നിലവിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ചർച്ചയുടെ ചിത്രങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഇന്ന് രാവിലെ സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ വീണ്ടും യോഗം ചേരാനിരിക്കെയാണ് ചർച്ച നടത്തിയത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, സജി ചെറിയാനുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇത്തരത്തിൽ NDA നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച, അതിന്റെ ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? അശ്വതി, കായംകുളത്ത് എല്ലാ ഘട്ടത്തിലും തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് കായംകുളം CPM, കായംകുളം വാളെന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ. അത്തരത്തിൽ CPMനുള്ളിൽ വലിയ പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അനുഭവിക്കുന്ന വോട്ട് ചോർച്ച അടക്കമുണ്ടാകുന്ന ഒരു സ്ഥലമാണ് CPMന് കായംകുളം. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ വളരെ CPMന്റെ ഏറ്റവും ശക്തി കേന്ദ്രമെന്ന് പറയുന്ന കൃത്യമായ വോട്ടുകളുള്ള ഒരു സ്ഥലത്താണ് തിരഞ്ഞെടുപ്പ് കാലത്ത് അടുത്ത പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ BDJS നേതാക്കന്മാരുമായി ഉള്ള CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ചർച്ചയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. ഇതിന് ആസ്പദമായ സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായ KL പ്രസന്നകുമാരി, അതായത് കായംകുളം CPM ഏരിയ കമ്മിറ്റി അംഗമായ പ്രസന്നകുമാരിയും ഒപ്പം തന്നെ മകൻ ബിബിൻ സി ബാബുവും. ബിബിൻ സി ബാബു കൃഷ്ണപുരത്തു നിന്നുള്ള CPMന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പ്രതിനിധിയായി, CPM പ്രതിനിധിയായി ജില്ലാ പഞ്ചായത്തിൽ ഉള്ള ആളാണ്. ഇവരുടെ വീട്ടിൽ വെച്ചാണ് BDJS നേതാക്കന്മാർ അവിടെ കൂടിക്കാഴ്ചയ്ക്കായി എത്തിയത് എന്നുള്ളതാണ്. കായംകുളം BDJS സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. NDAയിലേക്ക് ഇവർ കൂറുമാറുന്നു എന്നുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ NDAയിലേക്ക് പോകുന്നു എന്നുള്ള വ്യാപകമായ ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാജിക്കത്ത് സമർപ്പിച്ചതിന് ശേഷം രാത്രി 10 മണിയോടുകൂടി BDJS നേതാക്കന്മാർ ഇവരുടെ വീട്ടിലേക്ക് എത്തിയത്. ഈ സംഭവങ്ങളിലേക്കൊക്കെ വഴിതെളിച്ചത് ബിബിൻ സി ബാബു, അതായത് പ്രസന്നകുമാരിയുടെ മകൻ ബിബിൻ സി ബാബുവുമായി ബന്ധപ്പെട്ട് CPMൽ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അതായത് ബിബിൻ സി ബാബുവിനെതിരെ ഗാർഹിക പീഡന പരാതി, ഭാര്യ പിതാവും ചേർന്ന് ഗാർഹിക പീഡന പരാതി CPMൽ നൽകിയിരുന്നു. തുടർന്ന് അത്
മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയാവുകയും പിന്നീട് ബിപിൻ സി ബാബുവിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം സസ്പെൻഷന് ശേഷം ബിപിൻ തിരിച്ച് ഇപ്പോൾ പാർട്ടി അംഗത്വത്തിൽ മാത്രമാണുള്ളത്. ബിപിനെ ഏരിയ സെന്ററിലേക്ക് മടക്കിക്കൊണ്ടുവരണമെന്ന സമ്മർദ്ദ തന്ത്രമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രസന്നകുമാരി, ബിപിൻ സി ബാബുവും അടക്കമുള്ള ആളുകൾ CPM-ന് മേൽ ചെലുത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ ഒരു പടി കൂടി മറികടന്നുകൊണ്ട് CPM-നെ പ്രതിരോധത്തിലാക്കി ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അടക്കം നൽകിക്കൊണ്ടുള്ള ബിപിൻ സി ബാബുവിന്റേതായ സ്വന്തം ലെറ്റർ പാഡിലുള്ള ഒരു കത്ത് ഇപ്പോൾ വിവാദമായ ആലപ്പുഴയുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതൊരു കോൺഗ്രസ് നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട CIQ നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവമായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ ഈ കത്ത് ലഭ്യമായിട്ടില്ലെന്ന CPM നേതൃത്വവും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ വിശദീകരിക്കുമ്പോഴും ഈ കത്ത് രാഷ്ട്രീയമായി CPM-നെ ബാധിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ ചർച്ചയായി നിൽക്കുകയാണ്. അത് കോൺഗ്രസ് ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ബിപിൻ സി ബാബുവിന്റെ അമ്മ KL പ്രസന്നകുമാരി, സജി ചെറിയാൻ ഇവർ കഴിഞ്ഞ ദിവസം രാജി നൽകിയെങ്കിലും രാജി CPM സ്വീകരിച്ചിട്ടില്ല. ഈ സജി ചെറിയാൻ അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെ കഴിഞ്ഞ 11-ന് ഇവരുടെ കായംകുളത്ത് CPM DC നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയും കൃഷ്ണപുരത്ത് ബിപിൻ മത്സരിച്ച ഇടത്തെ പാർട്ടിയുടെ പരിപാടികളിലും CPM-ന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും എല്ലാം ബിപിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രശ്നപരിഹാരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു. ആ തീരുമാനം കൈക്കൊള്ളുന്നതിനിടയിലാണ് അന്ന് വൈകിട്ട് രാത്രി 10 മണിയോടുകൂടി BDJS-ന്റെ നേതാക്കന്മാർ അവരുടെ വീട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് BDJS-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രദീപ് ലാലാണ് ആ ദൃശ്യത്തിലുള്ള ഒരാൾ. മറ്റേത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബുവും പ്രാദേശിക BDJS നേതാവ് ലാൽ എന്നിവരുമാണ് രാത്രി 10 മണിയോടുകൂടി എത്തിയത്. ബിപിനും ഒപ്പം തന്നെ പ്രസന്നകുമാരിയും BJP-യിലേക്ക് എന്നുള്ള ചർച്ച വലിയ തോതിൽ നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു ചിത്രം. എന്തായാലും പ്രസന്നകുമാരി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം വരും മണിക്കൂറുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം CPM നേതാക്കളുടെ പ്രതികരണവും ഈ ചിത്രം ഉൾപ്പെടെയാണ് നമ്മൾ വാർത്ത പുറത്തുവിടുന്നത്. അതിൽ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ശരണ്യ സ്നേഹജനാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു നല്ല വാർത്തയിലേക്കാണ്, നന്മയുടെ വാർത്തയിലേക്കാണ്. സൗദി അറേബ്യയിൽ ജയിലിലുള്ള അബ്ദുൾ റഹീമിന്റെ മോചനം വേഗത്തിലാക്കാൻ നിയമസഹായ കമ്മിറ്റി മനുഷ്യത്വം കൈകോർത്ത് സമാഹരിച്ച 34 കോടി രൂപ ഇന്ത്യൻ എംബസി വഴി കൈമാറും. ധനമന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതിയും തേടും. റഹീമിന്റെ മടങ്ങിവരവ് കാത്തിരിക്കുകയാണ് കുടുംബവും നാട്ടുകാരും. MS അനീഷ് കുമാറാണ് ചേരുന്നത്. വിവരങ്ങളുമായി അനീഷ്, ഒരു വലിയ നന്മയുള്ള വാർത്ത, കേരള സ്റ്റോറി പോലെയുള്ള വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് ഒരാളുടെ, മലയാളിയുടെ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിനായി ഇത്രയും പേർ പെട്ടെന്ന് തന്നെ കൈകോർത്തു എന്നുള്ള വളരെ സമാധാനപരമായ, നമുക്കൊക്കെ സന്തോഷം തരുന്നൊരു വാർത്ത. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും മലയാളി എന്ന രീതിയിൽ നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന, കാരണം പലതരത്തിലുള്ള പ്രചാരണങ്ങൾ, പ്രൊപ്പഗണ്ടകളൊക്കെ കേരളത്തിനെതിരെ നിൽക്കുന്നുവെന്ന് ആരോപണങ്ങൾ ഉയരുന്ന സമയത്ത് തന്നെയാണ് മതചിന്തകൾക്കും രാഷ്ട്രീയ ചിന്തകൾക്കും മറ്റ് എല്ലാ വിഭാഗീയത ചിന്തകൾക്കും അപ്പുറം ഒരു മനുഷ്യജീവനായി മലയാളികൾ ഒന്നിച്ചു നിൽക്കുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച ഈ ധനസമാഹരണത്തിനായി ഉണ്ടാക്കിയ ആപ്പ് പൊതുജനങ്ങൾക്ക് ലഭ്യമായ ഡൊമൈനിലുള്ളതാണ്. അതിലേക്ക് ആളുകൾ ഓരോ നിമിഷവും കയറി എത്ര രൂപയായി, ഇനി എത്ര രൂപ പിരിവ് നടത്തണം എന്നതിനെക്കുറിച്ച് ആകാംക്ഷാപൂർവ്വം തിരയുന്ന കാഴ്ച. അതിനുശേഷം കേവലം 12 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 10 കോടി രൂപ സമാഹരിക്കാൻ കഴിയുകയെന്ന സ്വപ്നതുല്യമായ നേട്ടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈവരിക്കാനും കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും 34 കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഇന്നലെ വൈകുന്നേരം 3 മണിയോടുകൂടി തന്നെ എത്തിയിരുന്നു. ഇതേ തുടർന്ന് ഈ പിരിവ് നടത്തിയിരുന്ന, അല്ലെങ്കിൽ ധനസമാഹരണം നടത്തിയിരുന്ന സഹായവേദി, നിയമസഹായവേദി ഈ ഫണ്ടിലേക്ക് പണം സ്വീകരിക്കുന്നത് നിർത്തലാക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷവും നിരവധി ആളുകളാണ് ഈ ആപ്പിൽ പണം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ അബ്ദുറഹീമിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പണം നൽകാനുള്ള നീക്കവും നടത്തിയത്. പക്ഷേ അത്തരത്തിൽ കൊണ്ടുവന്ന പലരെയും ഈ നിയമസഹായ വേദി തിരിച്ച് വിടുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു. കാരണം എന്ത് കാര്യത്തിനാണോ പണം സമാഹരിച്ചത് അതിനുവേണ്ടി മാത്രമുള്ള പണം മതി, അല്ലെങ്കിൽ ഇതല്ലാതെ ഒരിടത്ത് പോലും ഇനി പിരിക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശം നൽകി വിടുന്ന ഒരു കാഴ്ച. നമുക്കറിയാം, ഈ കുട്ടികൾ അവരുടെ ഈ ചെറിയ കുണ്ടിക പിരിവായി അവർ വീട്ടിൽ നിന്നും ലഭിക്കുന്ന ചെറിയ പോക്കറ്റ് മണികൾ ഉപയോഗിച്ച് നടത്തുന്ന ശേഖരം മുതൽ അവർ അയൽപക്കങ്ങളിൽ കയറി വീട് വിടാന്തരം കയറി ഇറങ്ങി പിരിച്ച പണം മുതൽ ബിരിയാണി ചലഞ്ചും കുലുക്കി സർബത്ത് ചലഞ്ചും ബസ്സുകൾ ഓട്ടമോടിയും ഒക്കെ സമാഹരിച്ച ആ പണമാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ആ പണം അധിക വൈകാതെ സൗദിയിലെ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് കൈമാറും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് നിയമസഹായ സമിതി അറിയിച്ചിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും സൗദി എംബസി
എംബസിയുടെയും സംയുക്ത ഇടപെടലിൽ കൂടിയാണ് ഈ 34 കോടി രൂപ സൗദി കുടുംബത്തിന് കൈമാറുക. എന്തായാലും സൗദി കോടതിയുടെ ഒരു മേൽനോട്ടത്തിലാണ് ഇത്തരം ഈ മോചനദ്രവ്യം അല്ലെങ്കിൽ ചോരപ്പണം നൽകുന്നതിനുള്ള ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടവും ഇക്കാര്യങ്ങളിൽ ഉണ്ടാകും എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ഇന്നും നാളെയും ബാങ്ക് അവധി ആയതിനാൽ ഈ തിങ്കളാഴ്ചയാവും ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ തന്നെ സൗദി കുടുംബത്തെ ഇക്കാര്യം ഈ പണം സമാഹരിച്ച കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച ഈ കുടുംബം കോടതിയെ സമീപിക്കുകയും കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം മറ്റ് നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്തു. എന്തായാലും അവിടെ വളരെ വിപുലമായ ഒരു ക്രമീകരണങ്ങൾ സൗദിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൗദിയിൽ കൃത്യമായ ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. കാരണം 17 വർഷത്തിലധികമായി ജയിലിൽ കിടക്കുന്ന ആളാണ്. ഈ കൊലക്കയറിൽ നിന്നും പുറത്ത് കടക്കുന്നതിനായുള്ള ചർച്ചകൾ വളരെ വർഷങ്ങളായി തന്നെ നടക്കുന്നു. ഇത്തരം ചർച്ചകൾക്കൊടുവിലാണ് അബ്ദുൾ റഹീമിനെ വെറുതെ വിടാം, ഈ 34 കോടി രൂപ ചോരപ്പണമായി നൽകിയാൽ പുറത്തു വിടാം എന്ന ഒരു ധാരണയിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്തായാലും അത് തന്നെ വലിയ ഒരു നടപടിക്രമമാണ്. ആ നടപടിക്രമങ്ങൾ ഏതാണ്ട് വിജയം കാണുന്നു. അത് തന്നെയാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകി. എന്തായാലും എല്ലാ മലയാളികൾക്കും നാളെ വിഷുവാണ് വരാനിരിക്കുന്ന, ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഈ മാസം ആദ്യം സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ എംബസി വ്യോമാക്രമണത്തിന് പ്രതികാരമായി അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ നിന്നുള്ള നേരിട്ടുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി US രഹസ്യാന്വേഷണ ഏജൻസികൾ. എംബസി വ്യോമാക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എലൈറ്റ് ഖുദ്സ് ഫോഴ്സിലെ മുതിർന്ന അംഗവും മറ്റ് 6 ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാനിലേക്കും ഇസ്രായേലിലേക്കും യാത്ര ചെയ്യരുതെന്ന് ഇന്ത്യ, US, ഫ്രാൻസ്, റഷ്യ, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗാസയിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തിയെ തിങ്കളാഴ്ച ED ചോദ്യം ചെയ്യും. കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ED സമൻസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശശിധരൻ നൽകിയ ഹർജിയിൽ ഇടപെടാനില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി ചേരും. എന്തായാലും പിടിമുറുക്കുകയാണ് ED എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഈ മാസപ്പടി കേസിൽ ED ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതേസമയം ഈ ED സമൻസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശശിധരൻ ഹർജി നൽകിയിരുന്നു. അതിൽ ഇടപെടാനില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്തായാലും ഹാജരായേ പറ്റൂ എന്ന് കോടതിയും പറഞ്ഞ സാഹചര്യത്തിൽ തിങ്കളാഴ്ച ശശിധരൻ EDക്ക് മുന്നിലെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? ആ രീതിയിലാണ് അശ്വതി കണക്ക് കൂട്ടേണ്ടത്. കാരണം ഈ CMRLുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിന്റെ ഒരു സാങ്കത്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ED ഹൈക്കോടതിയിൽ വിശദമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. ഏതായാലും ഇത് സംബന്ധിച്ചൊരു തുടർവാദങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെങ്കിലും 15-ാം തീയതി ഹാജരാകണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് EDക്ക് മുൻപാകെ മറ്റ് ഓഫീസർമാർ CMRLിലെ നേരത്തെ നോട്ടീസ് നൽകിയിരുന്ന ഫിനാൻസ് വിഭാഗത്തിലെ അടക്കമുള്ള ഓഫീസർമാർ ആരും തന്നെ ഹാജരായിരുന്നില്ല. അത് മാത്രവുമല്ല, അഭിഭാഷകർ മുഖേന രേഖകൾ സമർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് CMRL MDക്ക് തന്നെ ഹാജരാകാനായിട്ട് സമൻസ് നൽകിയത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയെങ്കിലും ഇതിൽ EDക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. SFIO അന്വേഷണം എല്ലാം തന്നെ നടക്കുന്ന ഘട്ടത്തിൽ EDക്ക് ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വാദങ്ങളായിരുന്നു CMRL നിരത്തിയത്. പക്ഷേ ഇതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കോടതിക്ക് മുൻപാകെ EDയും ബോധിപ്പിച്ചത്. ഇതിന്റെ കോടതിയുടെ ഒരു നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 15-ന് നോട്ടീസ് നൽകിയിരിക്കുന്നത്, ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നതടക്കം ED വാദത്തിനിടെ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും അന്വേഷണം ഇതുമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മാസപ്പടി കേസിൽ ED തുടങ്ങിയിരിക്കുന്ന അന്വേഷണത്തിന്റെ ആദ്യ പടിയാണ് ഇത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം ചങ്ങരംകുളത്ത് കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ആനക്കര സ്വദേശി ശ്രീരാഗാണ് മരിച്ചത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 11ഓടെ ചങ്ങരംകുളം ടൗണിലായിരുന്നു അപകടം. 6-അംഗ സംഘം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ശ്രീരാഗ് സഞ്ചരിച്ച കാറിലിടിക്കുകയായിരുന്നു. സമീപത്തെ കടകളിലേക്കും കാർ ഇടിച്ചു കയറി. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI ഫോറൻസിക് സംഘം ഇന്ന് വയനാട്ടിലെ ക്യാമ്പസിലെത്തും. സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയും ഹോസ്റ്റൽ മുറിയും മർദ്ദനമേറ്റ സ്ഥലങ്ങളും പരിശോധിക്കും. കൽപ്പറ്റ ഡിവൈഎസ്പിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഹാജരാകുകയും തെളിവുകൾ കൈമാറുകയും ചെയ്തിരുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
കാട്ടാന കിണറ്റിൽ വീണ കോതമംഗലം കോട്ടപ്പടിയിൽ പ്രതിഷേധം തുടരുകയാണ് നാട്ടുകാർ. ആനയെ കരയ്ക്ക് കയറ്റാൻ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രവും മോട്ടോറും വിട്ടുകൊടുത്തിട്ടില്ല. വനംവകുപ്പ് വാക്കുപാലിച്ചില്ലെന്നാണ് സ്ഥല ഉടമ പറയുന്നത്. 10 മണിക്ക് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ യോഗമുണ്ട്. നവമി ദിനേശ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. നവമി, ആന കയറിപ്പോയിട്ടും അവിടുത്തെ ഗൌരവമുള്ള വിഷയം അത് അവിടെ തന്നെ നിലനിൽക്കുകയാണ്. പ്രതിഷേധത്തിലാണ് നാട്ടുകാരെന്ന് അറിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, നമുക്കറിയാവുന്നതുപോലെ തന്നെ കോതമംഗലത്ത് ഈ കാട്ടാനകൾ ഇറങ്ങുന്നതും പിന്നീട് അവരുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കൃഷിയിടങ്ങളടക്കം നശിപ്പിക്കുന്നു. ഒപ്പം ജീവൻ വരെ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന ഒരു രീതിയാണ് കോതമംഗലത്തേക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ കോതമംഗലത്ത് ഒരു കിണറ്റിൽ കാട്ടാന വീഴുകയും പിന്നെ മണിക്കൂറുകൾക്കൊടുവിലുള്ള പരിശ്രമത്തിൽ ഈ കാട്ടാനയെ പുറത്തെത്തിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്തത്. ആ സമയത്ത് തന്നെ വലിയൊരു പ്രതിഷേധം അവിടെ നിലനിന്നിരുന്നു. അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യം ഈ കാട്ടാനയെ മയക്കുവെടി വെച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ കാട്ടാനയ്ക്ക് മയക്കുവെടി വെക്കണ്ട, അല്ലാതെ തന്നെ അതിനെ കാട്ടിലേക്ക് തുരത്താം എന്നുള്ളൊരു നീക്കം വനപാലകർ എത്തുകയും ചെയ്തത്. പക്ഷേ ആ സമയത്ത് തന്നെ നാട്ടുകാർ പറയുന്നത് ഇവരെല്ലാം കൂടി വനപാലകർ ഞങ്ങളെ ചതിച്ചു. കാരണം ഈ കാട്ടാന ഇനിയും ഇവർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വീണ്ടും ഇവരുടെ കൃഷിയിടങ്ങളടക്കം ജീവന് ആപത്താകുന്ന രീതിയിലേക്ക് ഈ കാട്ടാനക്കൂട്ടം എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം. ഇന്നലെ തങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ ഇവർ ഇവിടെ വരികയും ഞങ്ങളെ ആ സമയത്ത് ആ പ്രശ്നം പരിഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതില് താൽക്കാലിക ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിന് ഇതുവരേക്കും വനപാലകരോ അല്ലെങ്കിൽ സർക്കാരോ ഇടപെട്ടിട്ടില്ല. ഇനിയും ഇങ്ങനെ തുടർന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങാനാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട തീരുമാനം. അത് ഇന്നലെ നടന്ന സംഭവം കൂടി ആയപ്പോഴാണ് ഈ ഒരു കടുത്ത നീക്കത്തിലേക്ക് അവർ കടക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധമായിരിക്കും കോതമംഗലത്ത് ഇന്നുണ്ടാകുക. 10 മണിയോടുകൂടി ഇവരുടെ ഒരു മീറ്റിംഗ്, ഒരു യോഗം ചേർന്നതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഇവർ സ്വീകരിക്കുക. പ്രാഥമികമായിട്ടുള്ള വിവരം അനുസരിച്ച് ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത്. ഇങ്ങനെ കാട്ടാനകൾ അടിക്കടി വരികയും ഇവരുടെ കൃഷിയിടങ്ങൾ അടക്കം നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോയിട്ടും എന്തുകൊണ്ടാണ് വനപാലകരോ അല്ലെങ്കിൽ മന്ത്രിയോ സർക്കാരോ ഇതിലൊരു ഇടപെടാത്തത്? ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും ഫലം കണ്ടിട്ടില്ല. ഓരോ തവണയും ഇവർ അനുഭവിക്കുന്ന ദുരിതം വർദ്ധിച്ചു വരുന്നു എന്നല്ലാതെ ഇവരുടെ ജീവന് ഭീഷണി വർദ്ധിക്കുന്നു എന്നതല്ലാതെ ഇവർക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിലൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ പ്രതിഷേധത്തിൽ നിന്ന് അല്ലെങ്കിൽ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നാട്ടുകാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി നവമി, ഒന്ന് തുടരണം. നവമിയിൽ നിന്ന് ഒരു വാർത്ത കൂടി, വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അതിനു മുൻപ് തിരുവനന്തപുരത്തെ മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് വളർത്തുനായയെ കുത്തി പരിക്കേൽപ്പിച്ചതായി പരാതി. തടയാൻ ശ്രമിച്ച വീട്ടമ്മയെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി. നിരവധി കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം സ്വദേശി ശ്രീകാന്താണ് വീട്ടുമുറ്റത്ത് നിന്ന് വളർത്തുനായയെ ആക്രമിച്ചത്. പോത്തൻകോട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് വീട്ടമ്മയ്ക്ക് നേരെ അക്രമികളുടെ അധിക്ഷേപവും ഉണ്ടായി. തൃശൂർ പൂരത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. തൃശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ കർശന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം. വനംവകുപ്പിനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പങ്കെടുപ്പിക്കുന്ന കാര്യം. അതിൽ 17-നാണ് തീരുമാനമെടുക്കുക. നവമി തുടരുന്നുണ്ട്. നവമി, ഈ വിഷയത്തിൽ കോടതി കർശനമായി തന്നെ ഇടപെടുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അശ്വതി, ഈ തൃശൂർ പൂരത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ അതോടൊപ്പമുള്ള ആനകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ എത്തുന്ന ജനങ്ങൾ എത്രത്തോളമാണെന്ന് നമ്മൾ കാണുന്നതാണ്, നമ്മൾ അറിയുന്നതാണ്. എന്തായാലും ഈ ഒരു ആനകളുടെ, അതായത് ഈ പൂരത്തിനെത്തുന്ന മുഴുവൻ ആനകളുടെയും പട്ടിക തയ്യാറാക്കി അവരുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് ചൊവ്വാഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക് കോടതി വരാനുണ്ടായ സാഹചര്യം, ഈ ഉത്സവ സമയത്ത് ആനകൾക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഒപ്പം മതപ്പാട് ഉൾപ്പെടെ നമ്മൾ കാണുന്നതാണ്. പല പൂരങ്ങളിലും പല ക്ഷേത്ര ഉത്സവങ്ങളിലും ഒക്കെ ആനകൾക്കുണ്ടാകുന്ന മതപ്പാടുകളും പിന്നീടുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു നിർദ്ദേശം. അതിനെ തുടർന്നായിരുന്നു
ചീഫ് വൈൽഡ് കൺസർവേറ്റർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവിൽ പറയുന്നത് ഈ താളമേളങ്ങളോ പടക്കങ്ങളോ അല്ലെങ്കിൽ തീവട്ടിയൊക്കെ ആനയ്ക്കും 550 മീറ്റർ ചുറ്റളവിൽ മാത്രമേ നിൽക്കാവൂ. അതോടൊപ്പം തന്നെ 3 മീറ്റർ അകലെ മാത്രമേ ആളുകളെ നിർത്തുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടി ആനകളെ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. പക്ഷെ ഇതൊന്നും പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്ന് ഒരു നിരീക്ഷണം കൂടി ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഒരു സാഹചര്യത്തിലാണ് ആനകളുടെ ആരോഗ്യസ്ഥിതി അടക്കം പരിശോധിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം. അതും അമിക്കസ് ക്യൂറിയുടെ നേതൃത്വത്തിലായിരിക്കണം. അതോടൊപ്പം തന്നെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കണ്ണിന് ഒരു കാഴ്ചക്കുറവുള്ള ഒരു ആന കൂടിയാണ്. അതിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. അതോടൊപ്പം 17-നായിരിക്കും അതിൽ ഹർജിയിൽ കോടതി പരിഗണിക്കും. നാമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തൃശൂർ ഇന്ന് പൂരാവേശത്തിലേക്ക് കടക്കുകയാണ്. പൂരത്തിന് ഇന്ന് കൊടിയേറുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലുമായാണ് കൊടിയേറ്റം. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30-നും ഇടയിലും പാറമേക്കാവിൽ 11:20-നും 11:15-നും ഇടയിലാണ് കൊടിയേറ്റം നടക്കുക. 19-ാം തീയതിയാണ് പൂരം. 17-ന് സാമ്പിൾ വെടിക്കെട്ടും 18-ന് ചമയ പ്രദർശനവും നടക്കും. നാളെ വിഷുവാണ്. വിഷുവിനെ വരവേൽക്കാൻ കണിവെള്ളരി ഒരുക്കി കോതമംഗലം കടവൂർ സ്വദേശി ജേക്കബ്. സമ്മിശ്ര കർഷകനായ ഇദ്ദേഹത്തിന്റെ കണിവെള്ളരി കൃഷി 30 വർഷം പിന്നിടുന്നു. എറണാകുളം പെരിങ്ങോട്ടൂർ പഞ്ചായത്തിലെ കടവൂർ തെക്കേ പന്നമുറ്റത്ത് താമസിക്കുന്ന പുള്ളോലിക്കൽ PJ ജേക്കബിന്റെ കണിവെള്ളരി കൃഷി 3 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. വിഷുവിപണി മുന്നിൽ കണ്ട് ഇത്തവണ 3 ഏക്കറോളം സ്ഥലത്താണ് ജേക്കബ് കണിവെള്ളരി കൃഷി ചെയ്തത്. 10 ടൺ കണിവെള്ളരി പ്രതീക്ഷിച്ച് ചെയ്ത കൃഷിയിൽ ഇത്തവണയും 100 മേനിയാണ് വിളഞ്ഞത്. വിഷുവിപണിക്ക് അനുയോജ്യമായ വലിപ്പത്തിലും നിറത്തിലും ആയിരക്കണക്കിന് ലക്ഷണമൊത്ത കണിവെള്ളരികളാണ് വിഷുവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃഷിയിടങ്ങളിൽ പാകമായി കിടക്കുന്നത്. കൂടുതൽ ലാഭവും അധ്വാനക്കുറവുമുള്ളതാണ് വെള്ളരിക്കൃഷിയെന്നും കൃഷിയോടുള്ള താൽപ്പര്യം കൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും കൃഷി ഉപേക്ഷിക്കാത്തത് എന്നും കൃഷിയുടമ ജേക്കബ് പറയുന്നു. ഞാനൊരു 30 വർഷമായിട്ട് കൃഷിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. മുഖ്യ എൻ്റെ പണി കൃഷിയാണ്. ഇതിപ്പോൾ കണിവെള്ളിരിക്ക് വേണ്ടിയിട്ട് അത് പ്രത്യേകം ഉണ്ടാക്കണ കൃഷി ചെയ്ത് ഇതൊരു ഫെബ്രുവരി മാസം ഒരു 10-12 നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയത്ത് നല്ല നിറമായിട്ട് അത് അതിൻ്റെ വിളവെടുക്കാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ പ്രത്യേക ഒരു വെറൈറ്റി ആയത്. മറ്റേ വിത്തുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ വെറൈറ്റി നോക്കി അതിൻ്റെ പ്രകൃതി അനുസരിച്ച് രീതി അനുസരിച്ച് നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കണം. അത് ഒത്തിരി വലിപ്പമുള്ളതിൻ്റെയാണെങ്കിൽ നമുക്ക് വിഷുക്കാലത്ത് അത് ചിലവ് കുറവായിരിക്കും, വിലയും കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വലിപ്പമാവില്ലാത്ത തരം നോക്കി ഒരു ആവറേജ് 1 കിലോ വെച്ച് വന്ന രീതിക്കുള്ളത് വേണം വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എടുക്കാൻ വെറൈറ്റി. സ്വന്തമായുള്ള 4 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് കൂടാതെ സ്ഥലം പാട്ടത്തിനെടുത്തും കൃഷി വിപുലമാക്കിയിരിക്കുകയാണ് ജേക്കബ്. സമ്മിശ്ര കർഷകനായ ജേക്കബ് ഏറെക്കുറെ എല്ലാ വിളകളും കൃഷി ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 കോതമംഗലം. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് വിഷു ആശംസ നേർന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാവർക്കും വർദ്ധിച്ച ഐശ്വര്യവും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്ന ഒരു കാലത്തിന്റെ ശുഭാരംഭമാകട്ടെ വിഷുവെന്നും നിലനിൽപ്പിനായി വിഭവങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന പ്രകൃതിയോടുള്ള കടപ്പാടും സാമൂഹിക ഒരുമയും ദൃഢപ്പെടുത്താനുള്ള അവസരം കൂടിയാകട്ടെ വിഷുവെന്നും ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറയും. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിലെ തക്കലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാനായാണ് അമിത് ഷാ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് എത്തിയത്. ഇന്ന് രാവിലെ 10:30 ഹെലികോപ്റ്റർ മാർഗം തക്കലയിലേക്ക് തിരിക്കുന്ന അമിത് ഷാ പൊതുസമ്മേളനത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തി ജയ്പൂരിലേക്ക് പോകും. ന്യൂസ് 18 പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി വോട്ടോട്ടം ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണുള്ളത്. MG മിഥുൻ ചേരുകയാണ് പത്തനംതിട്ടയിലെ വോട്ട് വിശേഷവുമായി. മിഥുൻ, പത്തനംതിട്ടയിലെ ഏത് ഭാഗത്താണുള്ളത്? എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെ വോട്ട് വിശേഷം?
അശ്വതി, തീർച്ചയായും പത്തനംതിട്ടയിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അവർ ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളോട് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പത്തനംതിട്ടയെ സംബന്ധിച്ച് ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ്. BJP പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടി ആണ് പത്തനംതിട്ട. കഴിഞ്ഞ തവണ 3 ലക്ഷത്തിനടുത്ത് കെ സുരേന്ദ്രൻ വോട്ടുകൾ നേടിയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ വലിയ ഒരു വിജയപ്രതീക്ഷ അനിൽ ആന്റണിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ആന്റോ ആന്റണി ഈ മണ്ഡലം രൂപീകരണത്തിന് ശേഷം നടന്നിട്ടുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും വലിയ ഭൂരിപക്ഷത്തിൽ ആന്റോ ആന്റണിക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. 2019 ഏറ്റവും ഒടുവ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആന്റോ ആന്റണിക്കൊപ്പം ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സമീപകാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വലിയ മുന്നേറ്റം നടത്താൻ LDFനാണ് സാധിക്കുന്നതെങ്കിൽ പോലും തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളാണ് ഈ ഒരു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. 7 നിയോജക മണ്ഡലങ്ങളാണ്. അതിൽ 7 LDF സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അവിടെ ഒരിടത്ത് പോലും UDFന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും തന്നെ ഇത്തവണയും വലിയ പ്രതീക്ഷ തന്നെയാണ് ആന്റോ ആന്റണിയും ഒപ്പം തന്നെ UDFും വെച്ചു പുലർത്തുന്നത്. ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത് മറികടക്കാൻ, അതായത് UDFിൽ നിന്ന് 15 വർഷമായി കൈയാളുന്ന ഈ സീറ്റ് പിടിച്ചെടുക്കാൻ അവർ ശക്തനായ പോരാളിയെ തന്നെയാണ് LDF മുന്നിട്ടിറക്കിയിരിക്കുന്നത്. LDFിന്റെ സ്ഥാനാർത്ഥിയായി തോമസ് ഐസക്, മുൻ ധനകാര്യമന്ത്രിയെ ഇറക്കിക്കൊണ്ട് അവർ ശക്തമായ ഒരു പോരാട്ടത്തിന് തന്നെയാണ് തയ്യാറെടുക്കുകയും ചെയ്തിരിക്കുന്നത്. മണ്ഡലങ്ങളിലുടനീളം നമ്മൾ സംസാരിക്കുമ്പോൾ തോമസ് ഐസക്കിന് വിജയസാധ്യത കൂടുതലാണ് എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ധനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തിന് നടപ്പിലാക്കിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ അത് ഊന്നിക്കൊണ്ടാണ് പ്രചരണം നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അതിൽ മണ്ഡലത്തിലുടനീളം തോമസ് ഐസക്കിന് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യവും ജനങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രിയോടുകൂടിയാണ് പത്തനംതിട്ടയിലേക്ക് വോട്ടോട്ടം പ്രവേശിക്കുകയും ചെയ്തത്. പിന്നീട് ജനങ്ങളുമായി ഞങ്ങൾ നിരന്തരം സംവദിക്കുകയും ചെയ്തപ്പോൾ അവർ ഓരോ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട അവരുടെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. ഒപ്പം തന്നെ നിരവധി ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാമർശവും നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് പല ജനപ്രതിനിധികൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, നിയമസഭയിലേക്കായാലും അല്ലെങ്കിൽ ലോക്സഭയിലേക്കായാലും പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടോ കൃത്യമായ ഇടപെടലുകൾ ഈ നേതാക്കളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. വോട്ടെടുക്കുമ്പോൾ മാത്രമാണ് ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം കൂടി പലരും പങ്കുവെക്കുന്നുണ്ട്. ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. KSRTC ബസ് സ്റ്റാൻഡും ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഒക്കെ തന്നെ ദീർഘകാലമായി വലിയ ശോചനാവസ്ഥ നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ വട്ടങ്ങളൊക്കെ തന്നെ വീണ ജോർജ് അടക്കം, നിലവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം ഇവിടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി LDFിന്റെ സ്ഥാനാർത്ഥിയായി വന്നപ്പോഴൊക്കെ തന്നെ നേരിട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ഒരു ശോചനീയാവസ്ഥ പരിഹരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം വലിയ മഴയായിരുന്നു പത്തനംതിട്ട കേന്ദ്രീകരിച്ചുണ്ടായിരുന്നത്. ആ മഴയിൽ ഇന്ന് രാവിലെ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ മുട്ടറ്റത്തോളം വെള്ളപ്പൊക്കത്തിലാണ് അവിടെ ബസ് സ്റ്റാൻഡ് പരിസരമുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പല ഒരു ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെ 2-3 വർഷമായി പുരോഗമിക്കുകയാണ്. ഇതുവരെയും അതും എങ്ങും എത്തിച്ചേരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥായി പരിഹാരം വേണമെന്നുള്ള ആവശ്യം ജനങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ ചൂടേറിയ വാശിയേറിയ പോരാട്ടം തന്നെയാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച് നടക്കുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രിമാരിവിടേക്ക് അനിൽ ആന്റണിയുടെ പ്രചരണത്തിനായി എത്തുന്നുണ്ട്. UDFിന്റെ പ്രചരണത്തിനായി നിരവധി നേതാക്കൾ എത്തുന്നുണ്ട്. LDFിന്റെ പ്രചരണത്തിനായി സംസ്ഥാന കമ്മിറ്റി നേതാക്കളും ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി നേതാക്കളും ഒക്കെ തന്നെ ഇന്ന് മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച്. ഒപ്പം തന്നെ ശബരിമല വിഷയമായിരുന്നു കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ഊന്നൽ നൽകിയിരുന്നുവെങ്കിൽ പോലും തന്നെ ആ വിഷയങ്ങളൊന്നും തന്നെ ഇത്തവണ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങൾ, അതായത് വികസന പ്രശ്നങ്ങളും ഒപ്പം തന്നെ സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ കൂടിയായി ഇത്തവണത്തെ ഇലക്ഷൻ മാറുമെന്നുള്ളൊരു അഭിപ്രായമാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത്. അതാണ് മിഥുൻ, തെക്ക് നിന്നാണ് മിഥുൻ വോട്ടോട്ടം തുടങ്ങിയത്. അപ്പോൾ കൊല്ലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തു. എന്ത് കാര്യഗൗരവത്തോടെയാണ് അവർ വിഷയങ്ങളെ കാണുന്നതെന്നും ഇതുവരെയുള്ള അവരുടെ ജീവിതാനുഭവങ്ങളും എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അവർ സംസാരിച്ചിരുന്നു. പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ മിഥുൻ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികൾക്ക് അവരോട് പറയാൻ നിരവധി വിഷയങ്ങളുണ്ടാകും, എതിർ പാർട്ടിയിലെ പ്രശ്നങ്ങളുണ്ടാകും, അത് ഓർമ്മിപ്പിക്കുന്നുണ്ടാകും. പക്ഷേ ജനങ്ങൾക്കിടയിലെ സംസാര വിഷയം ഏറ്റവും പ്രധാനമായും പത്തനംതിട്ടയിൽ നിൽക്കുന്നത് ഈ അടിസ്ഥാന സൗകര്യ വികസനം അത് തന്നെയാണോ?
തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തും ഒപ്പം തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലൊക്കെ തന്നെ ഈ പര്യടനം നടത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുന്നത് എംപിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകൾ മാത്രമാണ് സ്ഥാപിക്കുന്നത്, മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ഊന്നൽ നൽകുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ അതെത്രത്തോളം കാര്യമാണ്, അല്ലെങ്കിൽ പദ്ധതി വിഹിതത്തിൽ ചില എംപിമാരെല്ലാം തന്നെ 100% അവരുടെ വിഹിതം മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അടിസ്ഥാന സൗകര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് എന്നുള്ളത് തന്നെയാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ മുതൽ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളുമായി സംവദിക്കാൻ തുടങ്ങിയത്. അവരൊക്കെ പറയുന്ന കാര്യം ചില പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്, അത് പക്ഷേ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കോവിഡിന് ശേഷം നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പല മേൽപ്പാലങ്ങൾ പണിയുന്നുണ്ട്, റോഡ് പണികൾ പുരോഗമിക്കുന്നുണ്ട്, ബസ് സ്റ്റാൻഡിന്റെ നവീകരണങ്ങളുണ്ട്, ഒപ്പം തന്നെ സ്പോർട്സ് അക്കാദമിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സ്റ്റേഡിയത്തിന്റെ പുനരുദ്ധാരണം നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കാലങ്ങളായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു നിശ്ചിത സമയം നിജപ്പെടുത്തിക്കൊണ്ട് ഒരു 6 മാസ കാലാവധി അല്ലെങ്കിൽ അത്രയും കാലാവധി കൊണ്ട് പൂർത്തിയാക്കേണ്ട സ്റ്റേഡിയം അടക്കമുള്ള പരിപാടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കാലാകാലങ്ങളായി അനന്തമായി നീണ്ടുപോകുന്നു എന്നുള്ളൊരു വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഫ്ലൈ ഓവറിന്റെ ഒക്കെ നടക്കുന്നത് മൂലം തന്നെ ഗതാഗത തടസ്സം വലിയ രീതിയിൽ രൂക്ഷമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബസ് സ്റ്റാൻഡിന്റെ അടിസ്ഥാന സൗകര്യം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. കായിക താരങ്ങളുമായി പ്രധാനമന്ത്രിയുടെ സംവാദം തുടങ്ങിയിരിക്കുന്നു, അതിലേക്ക്. होने दीजिए। मेरे को यकीन नहीं हुआ पहली बात तो कि आपने बुलाया, तो सर एक बार लगा कि जो आपसे ये बात करने का मौका मिलेगा डेफिनेटली हम लोग फ्रंट फुट में आ जाएंगे और हमारा जो सबका एक गोल है ना वो आज वैलिडेट हो गया सर, वो गेमिंग की जीत हो गई सर, आप बुलाए वो आज इंडस्ट्री जीत गई। जो थोड़े दिन पहले नेशनल क्रिएटर्स अवार्ड हुआ था, इवन उस टाइम को भी हमें यही लगा था कि फाइनली इतने सालों के बाद ऐसे लग रहा है कि क्रिएटर्स गवर्नमेंट इज रिकॉग्नाइजिंग हमारी क्रिएटिविटी। जो हम यूट्यूब पे करते, जो हमें लगता था कि हाँ हमारी लोग देख रहे हैं, फैंस देख रहे हैं, यही हो रहा है, बट आप लोगों ने उस क्रिएटिविटी वाले अवार्ड में भी अप्लाई किया था? मैं तो गया था सर, हम तो बिल्कुल आपके इतने दूर बैठे हुए थे तो उसमें भी यकीन नहीं होता। आप परिचय बता दीजिए पहले सबका। नमस्कार सर, मेरा नाम अनिमेश अग्रवाल है, मैं 28 साल का हूँ, मैं गुवाहाटी असम से हूँ। मैं बहुत ही यंग एज में पढ़ाई कर रहा था जब मैं सीए का। कोई यंग एज में पढ़ाई करता है? जी सर, वही मतलब कंपेयर टू कि अभी भी 28 साल का ही मैं खुद को यंग ही मानता हूँ, तो मैं और यंग की बात कर रहा हूँ। तो मैं सीए का पढ़ाई कर रहा था, मैं सीए फाइनल्स तक पहुँचा था और मैं सीएफए और एफआरएम की भी लेवल 1 दे चुका था। मैंने अपने माता पिता से 1 साल का ब्रेक मांगा था अपने पढ़ाई से गेमिंग की करियर को परस्यू करने के लिए। जब मैं 2018 में स्टार्ट किया, मैं सोच के पूछा था कि 1 साल मैं गेमिंग में पूरा दूंगा और कुछ बनने की कोशिश करूंगा। तो परिवार में क्या रिएक्शन आया? सर क्योंकि मैंने पढ़ाई करके रखी थी और मेरे पास बैकअप बहुत स्ट्रॉन्ग था कि गेमिंग में कुछ नहीं कर पाता, वापस जाके पढ़ाई कंटिन्यू कर पाता, तो इसलिए माता पिता हमेशा सपोर्ट किए हैं इस चीज़ को। और फिर मेरा गोल यही है कि मैं गेमिंग को इंडिया में आगे बढ़ाऊँ और सबको, जो भी युवा फॉलो कर रहे हैं हम सभी को, इतने बड़े बड़े इन्फ्लुएंसर्स को, उनको करेक्ट डायरेक्शन दिखाऊँ गेमिंग से अच्छा क्या कर सकते हैं और उसी की तरफ काम आगे करने की कोशिश चल रही है सर। मुसीबत ये हो जाएगी कि जब भी आप कोई ठग बोलेगा किसी को भी तो आप दिखाई देंगे और कोई आपको देखेगा तो कहेगा यार ये तो अच्छे इंसान है, उसको ठग कैसे बोले। सर वो चीज़ लेकिन एक चीज़ अच्छी है कि गेमिंग में थोड़ा नाम बना लिया तो गेमिंग वाले लोग अब ठग से अच्छे नज़र से मुझे देख रहे हैं। ठग से ठगते नहीं। हाँ, और मैं दुनिया एकदम भी ठगी नहीं कर रहा हूँ सर। मेरा नाम अंशु बिष्ट है, वैसे मेरा गेमिंग नाम गेमर फ्लीट है सर। मैं आता हूँ हल्द्वानी नैनीताल उत्तराखंड से। तो मैं सर वैसे लोअर मिडिल क्लास फैमिली से आता हूँ। मेरे पापा एक प्राइवेट स्कूल में 30 साल तक उनने बस कंडक्टरी करी थी ताकि मैं और मेरी दीदी को वो स्कूल में पढ़ा सकें। मैंने थोड़े ट्यूशन्स पढ़ाने स्टार्ट करे बच्चों को, 1-2 जॉब्स ले रही, फिर अपना खुद का कंप्यूटर बनाया एक। सर आर्थिक स्थिति इतनी अच्छी नहीं थी तो उनका बनता है कि ऐसे सोचना कि आप समझ रहे हो ना कि आपका बच्चा बस कंप्यूटर में बैठ के चिल्ला रहा है दिन भर, क्योंकि सर थोड़ा होता है कि मतलब चिल्लाना इन द सेंस कि मतलब खुश होना, कि तभी लोग देखते तो खुश होते हैं ना कि अरे वाह इसको कितना मजा आ रहा है, तो उन्हें मजा आता है। यानी आपको एक्टिंग भी करनी पड़ती है थोड़ी बहुत, ताकि व्यूअरशिप बढ़े। तो हाँ सर करनी तो पड़ती है सर। सबसे बड़ा ब्रेक थ्रू क्या है आपको इस दुनिया में? सबसे बड़ा ब्रेक थ्रू सर कि मतलब अगर आपको पता चल जाए कि आप क्या करना चाहते हो इन दी एंड, सर जैसा आपका है कि आप देश को आगे ले जाना चाहते हो, आप देश को एक स्तर पे ले जाना चाहते हो बहुत, तो वैसे ही मेरा भी था कि मतलब मैं भी कुछ ऐसा करूं कि दुनिया वाह-वाही करे।
मेरा नाम नमन माथुर है और लोग मुझे मॉटल के नाम से जानते हैं। मैं पला बड़ा मुंबई में ही हूँ, नवी मुंबई में। और जब मैं 4 साल का था मेरे पापा गुजर गए थे। मम्मी ने मुझे और मेरे बड़े भाई को रेस किया, उन्होंने टिफ़िन सर्विस किया, सब कुछ किया। और 2015 में मोबाइल आ गया था हाथ में, तब तो शुरू किया था खेलना। पहले तो स्कूल कॉलेज में दोस्तों से बातें करते करते पता चला होगा। मैं गेमिंग मेरे को खुद से वो यूट्यूब देख के आया था, मैंने उल्टा दोस्तों में फैला दिया था कि खेलो मेरे साथ। मैं बीमार हूँ, तुम भी हो जाए। वायरस मैंने फैलाया वाला। बस 2015 से लेके 18 तक, जब तक मेरा बीकॉम पूरा कंप्लीट हुआ, उतने में मैंने ये फिगर आउट किया कि ये जितने भी फॉरेन यूट्यूबर हैं हम जिन्हें देख रहे हैं, इनके कमेंट सेक्शन में सारे इंडियन हैं। यानी ये सब जो दुनिया भर के अच्छे अच्छे खिलाड़ी हैं, उनमें भी इंडियन, सारे कमेंट करने वाले इंडियंस हैं। मेजॉरिटी मेरे को जो दिखते थे इंडियंस ही दिखते थे। और मैंने सोचा कि क्यों ना मैं एक ऐसा कोई वीडियो बनाऊं उनसे इंस्पिरेशन लेके और अपलोड करूं। और मैंने वो वीडियो 2018 में अपलोड किया और वो इंस्टेंटली वही वीडियो जो उस सोच से बना था वायरल हो गया। उसके बाद मैंने स्पोर्ट्स में रिप्रेजेंट किया इंडिया को, अनिमेश से मिला 2018 में। हम लोगों ने कंपनी भी शुरू की अपनी SATUL। इमॉर्टल नाम कैसे रख लिया? भारत में तो लोग इमॉर्टल की बात करते हैं। लोग सब जगह मैं देख रहा हूँ इमॉर्टल नाम रख रहे हैं, तो मैंने बस अच्छा कुछ नया कर इमॉर्टल कर दिया उसको। मेरा नाम पायल धारे है, सब लोग पायल गेमिंग के नाम से जानते हैं। मैंने इन सब के बाद स्टार्ट किया है। मैंने सोचा नहीं था कि मैं इंडिया की लीडिंग फीमेल क्रिएटर बनूंगी। मैं बहुत ही छोटे गांव से हूँ। मैं MP में छिंदवाड़ा करके जगह है, इंदौर के पास में ही है, तो मैं वहाँ की रहने वाली हूँ। मुझे गेमिंग में इंटरेस्ट था, बट घर पे फैसिलिटीज़ नहीं थी। 12th तक भी हमारे पास घर पे फ़ोन नहीं था खुद का, तो गेमिंग में थोड़ा थोड़ा इधर उधर देखते रहते थे, या दोस्त के जो भाई वगैरह है वो कैफेज जाते थे गेम खेलने, तो वहाँ से थोड़ा बहुत नॉलेज आया कि गेमिंग भी कुछ होता है। तभी के टाइम पे यूट्यूब पे गेमिंग पॉपुलर होने लगी थी इंडिया में भी, तो मैंने सोचा कि क्यों ना मैं भी इसको एक ट्राई दूँ और लड़कियों को भी एक ऐसा ऑप्शन मिले कि इसमें भी आप करियर बना सकते हो। लड़कियों का इसमें आना कितना संभावनाएं बढ़ती हैं? सबसे बड़ी चीज़ यही है कि पेरेंट्स बहुत घबराते हैं कि बाहर जाके काम ना करें, एंड कई फैमिली में थोड़े रिस्ट्रिक्शंस भी होते हैं कि बच्चियों को मौका नहीं दिया जाता, तो उनके लिए ये बहुत ही अच्छा स्टेबल करियर ऑप्शन है। एंड जब मैंने शुरू किया था तो मेरे पास भी 100-200 ऐसे लड़कियों के मैसेज आते हैं कि हमने आपको देख के स्टार्ट किया, तो सब थोड़ा घबरा रही हूँ मैं। थोड़ी छांट लीजिए फिर बात करते हैं। मेरा नाम मिथिलेश पाटनकर है, मेरा गेमर नेम मिथपैट है। मैंने जो ट्राई किया है कि हमेशा से यूनिक कंटेंट देना है, एंड आई थिंक उसी की वजह से लोग मुझे पसंद करते हैं। तो गेमिंग, एंटरटेनमेंट, मिमिक्री, ये सब मिलके मैं बनाता हूँ मेरे वीडियो। पूरा सलाड बना देते। मैं चाहता था कि इंडिया से ऐसा कंटेंट मैं बनाऊं जो बाहर के लोग भी देखें, लोग अप्रिशिएट करें। आज से 2 साल पहले एक स्ट्रीमी अवार्ड्स होता है, बोलते हैं कि दिस इज वन ऑफ द बेस्ट अवार्ड। सो इंटरनेशनल कैटेगरी में आई वाज द ओनली इंडियन टू गेट नॉमिनेटेड, एंड लॉस एंजलिस में अवार्ड होता है, सो आई गॉट दैट अवार्ड। एंड आई थिंक दैट इज ऑल्सो वन ऑफ एक बहुत प्राउड अपॉर्चुनिटी थी मेरे लिए ये। नमस्कार सर, मेरा नाम तीर्थ मेहता है, मैं भुज कच्छ गुजरात से हूँ और मैं 2014 से हार्टस्टोन नाम की एक गेम है उसमें compete कर रहा हूँ। तो भुज में ये बीमारी कहाँ से आई? सर ये तो ऐसा है ना कि हर कोने कोने में फैली हुई है अभी तो। लोग आपको कच्छ में जानते हैं कि ऐसे कुछ कर रहे हैं आप? हाँ, अभी तो मतलब बहुत सारे लोग लेकर के जाना पड़ता है। नहीं अभी तो क्या आप मुझे देखिए, मेरे पास तो ये है। हाँ, मतलब इनिशियली तो किसी को पता नहीं था, बट जब से ये मेडल हासिल हुआ है तब से काफ़ी मतलब कहे तो सब पहचानने लगे हैं। हेलो सर, मेरा नाम है गणेश और लोग मेरे को SK रोसिया से जानते हैं, और मैं बेंगलुरु से हूँ और मैं एक प्रोफेशनल ई-स्पोर्ट्स एथलीट हूँ। जो मैं जब से कॉलेज में मैं गया, दोस्त लोग ने मेरे को गेम को इंट्रोड्यूस किया और जब मैं खेला, अचानक से उधर जो भी लोग खेलते हैं उन सबसे अच्छा खेलने लगा। तो मेरे दिमाग में आया कि ये चीज़ मेरे को असली में मज़ा आता है करने में और इस पे मेरे को कुछ बड़ा करना है। मैं जब 17 ईयर ओल्ड था, मैं इंडिया को रिप्रेजेंट किया 2017 इंडोनेशिया में। तो जब मेरा सक्सेस मिला और व्हेन आई कुड टेक द रिस्पॉन्सिबिलिटी, मेरा माँ बाप का जो ड्रीम था घर बनाने का, वो मैं कराया और दोनों को जॉब से रिटायर कराया और अभी सब रिलेटिव्स बोलती बंद। आई वाज लाइक धक हो रहा था पूरा कि क्या बात करूं उनके सामने, बट आज जब मिला आई जस्ट लाइक जो भी मन में है, जो भी मेरा स्टोरी है, जो मेरे को जानता है, वो सब बोल दिया मैं उनके सामने। एक साथ आप लोग कितने घंटे खेलते हैं कंटिन्यू?
आई थिंक ई स्पोर्ट्स एथलीट जो होते हैं वो दिन के 6 से 7 घंटे प्रैक्टिस के देंगे, क्योंकि वो उनकी पूरी रूटीन होती है। वो दिन में उठने का समय, गेम का समय, डाइट, सब कुछ होता है। कंटेंट क्रिएटर्स का सर अगर मैं बताऊँ तो आई थिंक सब लोग ऐसे होते हैं कि दिन में 12 घंटे सिर्फ सोच ही रहे हैं, और फिर हो सकता है वीडियो बनाने में वो 2 घंटे ही बन गए या फिर वो 10 दिन तक नहीं बने। हमारे देश में क्रिएटिव की दृष्टि से गेम की दुनिया में कंट्रीब्यूशन कितना होगा? पिछले 2 साल में जो कंटेंट बन रहा है इंडिया में यूट्यूब पे, वो बहुत नेक्स्ट लेवल बन रहा है। लाइक सब ऑफकोर्स लोगों के पास फोन्स आ गए हैं, सबके पास अभी इंटरनेट एक्सेस आ गया, तो हम लोग ऐसा नया नया कंटेंट देख रहे हैं इंडिया में जो आई थिंक वर्ल्ड में किसी ने बनाया नहीं है। मैं शौक हो जाता हूँ कि इंडिया में इतना सस्ता है, इतना मतलब अच्छा है। इवन फॉर एग्जाम्पल अगर गेमिंग बाजू में रखी तो एग्जाम्पल यूपीआई भी इट्स ऑल्सो सिस्टम जो बाहर इतना अच्छा नहीं है, मतलब कोई सिस्टम नहीं है जो इंडिया में। इट्स अ ब्लेसिंग। गेमिंग की दुनिया में आज करोड़ों बच्चे हैं, उनको ये मालूम है कि हमारे यहाँ इंटरनेट इतना सस्ता है, उसी के कारण उनके लिए अपॉर्चुनिटी बनी है। पता है? बिल्कुल सर, मैं तो खुद ही मानता हूँ सर कि आप पूछोगे ना, वो सबसे पहले बोलेगा फ्री इंटरनेट। यहाँ पे जो भी बैठा है हम सब, हमारी शुरुआत ही ऐसी हुई है सर। जिस तरह से फ्री इंटरनेट, चीपेस्ट इंटरनेट आई थिंक इंडिया के टॉप 5 चीपेस्ट कंट्रीज में आते हैं। तो सर आज के दिन भारत में 15,000 गेम डेवलपर्स कहे जाते हैं एंड 1400-1500 से ज़्यादा गेम स्टूडियोज भी है। सर वैसे तो भारत में अगर आप देखो जो गेमिंग है 5 से 6 साल पहले ही बूम होनी शुरू हुई। 2019 में आई थिंक मैं बोलता हूँ कि गेमिंग काफ़ी स्पीड पकड़ी, रफ्तार पकड़ा, और 2000 सब कुछ मेरे आने के बाद जी जी। एक ऐसी घटना बताइए किसी के साथ आपको गेमिंग के दरमियान कुछ और आपने कहा और एक स्पार्क कर गया, ऐसा कुछ याद आता है? मेरे तो लाइव चैट में आया था, एक लड़का बोला था कि मेरा ब्रेकअप हो गया, तो मैंने बोला था कोई बात नहीं, तेरा भाई तेरे साथ है। देखिए, मान लीजिए कि मैं एक बिल्कुल स्टूडेंट हूँ और मुझे कुछ मालूम नहीं है ये गेमिंग की दुनिया क्या है। परसेप्शन का ही मुझे पता है जो ये बच्चे टाइम खराब करते हैं, पता नहीं दिन भर उसी में बैठा रहता है। मुझे याद है मैं परीक्षा पे चर्चा कर रहा था, तो मैंने ऐसे कहा कि ये कुछ बच्चे ने मुझे उलट पुलट पूछा, मैंने कहा तो ये पबजी वाला लगता है, ये पबजी वाला है क्या? वो तो मोमेंट था जब आपने ये पबजी वाला है बोला था, तो मैं उस समय पबजी में रिप्रेजेंट कर रहा था इंडिया को, और मेरे रिलेटिव्स तब मेरे को ऐसे मम्मी को कॉल करके बोल रहे थे कि ये नमन को बोला था क्या? तब मैं इतने उस रिप्रेजेंट कर रहा था तो वो सबको पता था, तो कहीं आपने मुझे तो नहीं बोला हो, ये डाउट आ गया सबको। ये एक ऐसा क्षेत्र है जो अननोन है। ऐसी स्थिति में क्या आप लोगों को क्या अनुभव आता है जब बच्चों से बात करते हो, उनके परिवार से बात करते हो? कोई तो माँ बाप ये थे कि तुम बंद करो, मेरे बच्चे को बिगाड़ रहे हो। ये तो सर अगर पेरेंट्स मिलते हैं हमें, पेरेंट्स यही बोलते हैं कि हमारे बच्चों को बोलो कि पढ़ाई करे, सिर्फ आपके वीडियोस देखते रहते हैं। तो मैं अच्छा, फिर वो काम भी आप ही को कहते हैं? बहुत बार न्यूज में देखा है कि पेरेंट्स का क्रेडिट कार्ड यूज करके बच्चों ने गेम्स में इन गेम पैसे होते हैं वो लिए, एंड वो चीज बहुत बड़ी न्यूज हो जाती है। उससे क्या होता है कि फिर हमें भी अफेक्ट हो जाता है उससे। राइट नाउ मेरा एक ही गोल है कि अगर किसी बच्चे को भी ई स्पोर्ट्स एथलीट बनना है या बहुत स्किल लेवल पे, टॉप लेवल पे खेलना है, उनको मैं कैसे गाइड करूं, उनका पेरेंट्स को मैं कैसे गाइड करूं, बिकॉज ये अवेयरनेस बहुत कम लोग के पास है। घर में ऐसा लगता है कि जैसे स्पोर्ट्स एक एक्टिविटी जरूरी है या डांसिंग सीखना माँ बाप चाहते हैं कि बच्चे को आना चाहिए, क्योंकि वो भी एक व्यक्तित्व के विकास का एक हिस्सा है। लेकिन ऐसी चीजों को प्रतिष्ठा मिलने में सदियों की एक पुरुषार्थ रहा है। अगर देखी जाए हमारा देश स्पोर्ट्स में हमेशा बहुत आगे रहा। आज के दिन भारत का वन ऑफ द मोस्ट पॉपुलर स्पोर्ट क्रिकेट है, पर अगर 1983 वाली वर्ल्ड कप नहीं जीती तो मे बी सब लोग उतना क्रिकेट में नहीं जाते, और अगर मे बी देश में एक सचिन तेंदुलकर जैसे बड़े नाम नहीं आते तो सब लोग वो बनना नहीं चाहते। सर गेमिंग 5-6 साल पहले ही शुरू हुआ और आज काफ़ी लोग हैं इंडस्ट्री में, कम्युनिटी में हमारे जैसे गेमर जिन्होंने भारत को रिप्रेजेंट करके नाम कमाया। तो सर आई थिंक आज कोई गेमिंग के लिए अगर ये पूछे कि ये क्यों करना है, तो मैं उनको यही जवाब देता हूँ कि इसको आप साइड हसल रखिए। जो लोग सोचते हैं अनऑर्थोडॉक्स है, बेकार चीज़ है, टाइम वेस्ट कर रहे हैं लोग अपना, उसको करके आप प्राइम मिनिस्टर, अभी हम लोग प्राइम मिनिस्टर सर के रेजिडेंस में, तो वहाँ तक जाके उनसे बैठ के एक राउंड टेबल में बैठ के उनसे बातें कर सकते हो, तो वो बहुत अनरियल था। और फॉर श्योर लोग अब गेमिंग को एक अलग नज़रिए से देखेंगे कि हाँ ये भी कुछ है और इसमें भी कुछ करा जा सकता है। एज अ गेमर मैं कहूँगा कि ये मेन इम्पोर्टेंट चीज़ जो पीएम सर ने मेंशन की कि डाउन द लाइन ग्रो करना है एक इंडस्ट्री को, तो उसमें एक पेरेंट्स का इन्वॉल्वमेंट बहुत ज़रूरी है। उनका वही पेरेंटल एडवाइस, पेरेंट्स की सपोर्ट करना, वो एक बहुत इम्पोर्टेंट फैक्टर है।
आपकी दृष्टि से मुझे बताने जैसी कोई चीज आपको लगती है, यार आपको कुछ मन में प्रश्न है, तो आप क्या कोई रेगुलेटरी बॉडी हो सकती है? रेगुलेट शब्द ठीक नहीं होगा, वरना सरकार का स्वभाव होता है हर चीज में हाथ डालना। सरकार का मूल नेचर ये है। अब दो चीजें होती है कि या तो आप उनको दबाने की कोशिश करो, या तो कानूनी सारे बंधन लगा करके उनको अलग करो। दूसरा है कि आप चीज को समझो, समझ करके हमारे देश की रिक्वायरमेंट के अनुसार उसको मॉडिफाई करो, उसको कुछ कानून नियम व्यवस्था के अंदर ढांचा में लाओ, उसकी एक प्रतिष्ठा बढ़ाओ। अगर प्रतिष्ठा बढ़ जाती है तो फिर बुरा करने वालों को बहुत देर लगती है। मेरी तो कोशिश है कि देश की स्थिति इतनी आगे ले जाएं हम कि 2047 तक खास करके मध्यम वर्गीय परिवारों की जिंदगी से सरकार बिल्कुल बाहर निकल जाए। वरना ये कागज लाओ, वो कागज लाओ, ये दो, यहाँ क्यों गया, वहाँ क्यों गया, उसी में ही जिंदगी फंसी हुई है। सरकार की जरूरत गरीब को होती है, उसको मुसीबत के समय सरकार मिलनी चाहिए। सर आई थिंक एक चीज़ जो डेफिनेटली करा जा सकता है ईज़ ऑफ बिजनेस के लिए, सर ई स्पोर्ट्स को आइडेंटिफाई किया जाए। ई स्पोर्ट्स को बहुत टेक्निकली जैसे स्पोर्ट्स आइडेंटिफाई हुआ है, एक अलग से आइडेंटिफाई हो जाए कि ये स्किल बेस्ड गेमिंग है, इसमें कोई पैसों का गेम में पैसे लगा के पैसे जीतने वाला खेल नहीं है। सर अगर वो आइडेंटिफाई हो जाती है और सबको पता चल जाता है ये अक्रॉस ऑल गवर्नमेंट बॉडीज़ एंड ऑल बॉडीज़ जिनके साथ हमें फाइनेंशियल ट्रांजेक्शन भी करना पड़ता है, वो बहुत महत्वपूर्ण होगा। रेगुलेटरी बॉडी जैसा कि आपने कहा कि बंदिश वाली अभी इंडस्ट्री बनी नहीं है क्योंकि अभी बढ़ रही है, तो खुले में बढ़ने देंगे, पर साथ में अगर पुश मिलेगा तो कुछ साल बाद आई थिंक इंडस्ट्री रेडी रहेगी कि सरकार आके उसमें नहीं, इसको कोई बंदिश की जरूरत नहीं, खुले में ही जाना चाहिए, तभी जाकर के ये फले फूलेगा। अगर बंदिश आएगी तो नहीं होगा। क्या आपको ये फेस करना पड़ता है गेमिंग एंड गैम्बलिंग, इन दोनों की लड़ाई आपके सामने आती होगी, तब आप कैसे हैंडल करते हैं? मतलब वो ऐसा समझते हैं कि हम जो फास्ट टाइम मानते होंगे, वेस्ट टाइम मानते होंगे। हाँ, जैसे हम मतलब गेम्स खेलते हैं वो काफ़ी अलग रहती है, बट वो ऐसे समझते हैं अच्छा ये तो हम जैसे लूडो खेलते हैं वैसी कोई गेम हो गई, बट वैसा नहीं है। वो हम कह सकते हैं कि चेस जैसी एक कॉम्प्लेक्स गेम्स हम मोस्टली खेलते हैं, जिसमें बहुत सी मेंटल स्किल्स भी चाहिए रहती है, फिजिकल स्किल्स भी चाहिए रहती है। सर आरएनजी और स्किल बेस्ड गेम को बहुत हाई टाइम के डिफरेंशिएट करें। सर आज भारत के एथलीट्स जाके ओलंपिक्स में प्रपोज है, एशियन गेम्स, कॉमनवेल्थ गेम्स में प्रपोज है। आप लोग एक काम कीजिए, ये जो क्या समस्या है आपकी, मुझे कभी मेल कर दीजिए मेरी ऑफिस में, एग्जैक्टली क्या प्रॉब्लम फेस करते हैं आप। इधर लाइक पेरेंट्स को जब उनके बच्चे लोग बोलते हैं कि गेमर बनना है, पेरेंट्स लोग को समझ में नहीं आता कि एक्चुअल गेमर क्या होता है, क्या करता है। गेमिंग मतलब गेमिंग गैम्बलिंग भी समझ जाते हैं, तो उसके रिगार्डिंग मोदी जी बहुत अच्छा एक्सप्लेनेशन किया कि गेमिंग अलग होता है, गैम्बलिंग भी अलग होता है, और हमने भी बहुत सारी चीज़ें एक्सप्लेन किया। अब इतने सारी मात्रा में बच्चे जुड़ चुके हैं, उनको आप रोक नहीं सकते, तो उनको आप सही रास्ते पर ले जा सकते हो। वो सही रास्ते पर ले जाना है तो आपको लगता है डूज एंड डोंट्स, पढ़ाई करो, ये तो ठीक है, हम कह दिए तो पढ़ाई करो, और क्या क्या बातें आप सोचते हैं कि जिसको उसको केयर करना चाहिए। बच्चे बिल्कुल चाहते हैं कि यही करे, तो हम लोग सर, मैं तो हमेशा अपनी स्ट्रीम पे क्लियर बोलता हूँ, कोई भी आके बोले कि भैया मुझे भी आपके जैसा बनना है, तो मैं तो साफ बोलता हूँ भाई अगर तुम्हें मेरे जैसा बनना है तो जैसे मैं चला वैसे चलो। मैंने कॉलेज किया, कॉलेज के साथ किया, मैंने जॉब करी, मैंने जॉब के साथ किया, जब तक नहीं चला मैंने ऐसा नहीं करा कि सब दुनियादारी छोड़ के मैं बस लगे रहा कि नहीं यही काम करेगा, यही काम करेगा। आज के टाइम पे गेमिंग और ई स्पोर्ट्स मतलब उसमें दो कैटेगरी आती है। जैसे ई स्पोर्ट्स में आप कम्पीट करते हो, और कंटेंट क्रिएशन में ऐसा है कि हम गेम के अराउंड वीडियोस बना रहे हैं, उसमें 4 दोस्त मिलके कुछ फन कर रहे हैं, तो वो लोग देखना पसंद करते हैं लाइव स्ट्रीम में। जो मैं समझ रहा हूँ आपकी बातों से 3 स्टेज है। एक तो है जो गेम खेलने के लिए आने वाला खिलाड़ी है, दूसरे वो लोग हैं जरा क्रिएटिव माइंड के हैं, तो उस गेम उसका लाइव स्क्रीनिंग ये वगैरह कर करके बाद में एक छोटा सा वीडियो बनाना, इसमें थोड़ा रंग भर देना वो। और तीसरा जो महत्वपूर्ण है कि गेम इटसेल्फ बनाना, कैसी हमारी जो गेम्स हैं जो बनी है अब तक जो आई है उसकी क्या। तो अभी आई थिंक 2020 में आपने स्टेटमेंट दिया था कि मेक इन इंडिया की इंडिया के अराउंड गेम्स बनाने प्रमोट कर रहे हैं आप, तो उसके बाद आई थिंक काफ़ी इम्प्रूवमेंट आया है उसमें, और जो वो पूरी इंडस्ट्री है उसमें भी काफ़ी स्कोप बढ़ा है। हिंदुस्तान की कौन सी थीम है जो लोगों को आकर्षित कर रही है, या आप लोगों को लगता है कि ये क्लिक कर सकती है? क्योंकि जो वेस्टर्न वर्ल्ड की आती है उसमें तो मारो काटो दौड़ो भागो यही आता है।
जैसे हमारे पंचतंत्र है, क्या कभी किसी ने उसमें माइंड अप्लाई किया? अभी डेवलपमेंट में जो बोर्ड गेम्स हमारे पुराने खेले जाते थे, जैसे अष्टो चौकड़ी करके एक गुजराती में हम छोटे थे तब से वो गेम खेल रहे, तो अभी उसके जो है वो डिजिटल वर्जन अभी रिलीज हो। बाकी यही है कि हमारी जो मिथोलॉजी है जो उसके अराउंड काफ़ी गेम्स डेवलप हो रहे हैं। दुनिया आज एक बहुत बड़ी चर्चा करती है ग्लोबल वार्मिंग की, क्लाइमेट के इश्यूज हैं। दुनिया में अलग अलग तरीके अपनाए हैं। मैंने दुनिया के सामने अलग विषय रखा है। मैंने कहा है मिशन लाइफ, और लाइफ शब्द से मेरा मतलब है लाइफस्टाइल फॉर एनवायरमेंट। अगर मान लीजिए मैं एक ऐसी गेम बनाऊं जो क्लाइमेट की चैलेंज को कैसे हम मिट करेंगे, कौन से रास्ते होंगे, किस किस रास्ते से जाएंगे, किस रास्ते से ज़्यादा सफलता मिलेगी, सरलता मिलेगी। जैसे हम लोग स्वच्छता के विषय को लेकर के ही गेम बने और हर बच्चा खेले। भारत के जो वैल्यूज हैं वो नई पीढ़ी उसको जीना सीखे, उसका महत्व समझे और उसको बैकग्राउंड इंफॉर्मेशन मिले। जैसे हम सभी को गेमिंग इन्फ्लुएंसर्स कहा जाता है, वैसे ही आप इंडिया के सबसे बड़े इन्फ्लुएंसर हैं जिसकी बात सब सुन के मानते भी है। जब आपकी ये बात बाहर आएगी तो मुझे लगता है 100% लोग इस वे में सोचेंगे। सर यहाँ पे जो आप कह रहे हो ना, वैसे एक कैटेगरी है, जैसे शूटिंग गेम्स हो गए, वैसे एक कैटेगरी है गेम्स फॉर चेंज करके, जिसमें जैसे आपने जो ग्लोबल प्रॉब्लम्स बताया या फिर ऐसे छोटे छोटे जैसे अफ्रीका में ऐसी बहुत सी कंट्रीज है जो स्पेसिफिकली वहाँ की पॉवर्टीज़ कम करने के लिए या वहाँ के कोई जो लोकल इश्यूज़ है उसको अवेयरनेस उसके लिए बढ़ाने के लिए ऐसी गेम्स स्पेसिफिकली स्टूडियोज़ बनाते हैं। तो आई थिंक ऐसे गेम्स इंडियन स्टूडियोज़ भी कैचअप कर सकते हैं। मुझे विश्वास है कि डाउन द लाइन 2-3 साल में तो ऐसे गेम्स आएंगे ही और वो आगे जाके पॉपुलर भी होंगे, जो कहेंगे हम कि सिर्फ इंडिया के भी नहीं बट ग्लोबल प्रॉब्लम्स को भी एड्रेस करेंगे। मुझे उनकी एक बात जो बहुत अच्छी लगी एंड शायद मैं भी उस चीज़ को बहुत ज़्यादा कैरी फॉरवर्ड करूँ, अपने ऑडियंस तक भी पहुँचाऊँ, वो ये रहेगा कि आप गेम डेवलपमेंट में घुसो, थोड़े से ऐसे गेम्स डेवलप करो जो हमारे कल्चर या इंडिया कैसे चलता है या हमारा क्लाइमेट या व्हाटएवर ज्योग्राफी, इन सब चीज़ों को देखकर ऐसे गेम्स बनाओ एंड उन चीज़ को हम लोग पुश करने की पूरी कोशिश करेंगे। तो आई गेस दिस इज समथिंग दैट आई वुड टेक फ्रॉम हिम। उन्होंने जो एनवायरनमेंट के लिए चीज़ें बताई कि जो गेम डेवलपर्स हैं उनको एनवायरनमेंट पे फोकस करके इंडिया की ऐसी गेम बनाना चाहिए जिसमें एनवायरनमेंट और हमारे जो क्लीननेस है उसकी तरफ ध्यान देने के लिए, आई थिंक वो मुझे बहुत ही अच्छा लगा। क्या ओपन सोर्स गेम का होता है कि गेम है उसमें 2 चैप्टर किसी और ने जोड़ दिए, 2 स्टेप्स किसी और ने जोड़ दिए, क्योंकि आप जो कहते हैं ना जिसकी उम्र कम होती है, हाँ, उसको जो मॉर्टल है उसको इमॉर्टल बनाना है तो फिर हमें ओपन सोर्स करे और उसमें नई नई चीज़ों को जोड़ने के लिए उसको ओपन करे। तो हो सकता है कि मान लीजिए हमने हनुमान के कैरेक्टर के ऊपर कोई बनाया जी, तो लोगों को अभी ओपन सोर्स है, आप हनुमान के नई नई चीज़ें लेके आइए, तो हो सकता है वो। हाँ सर, बहुत सारे देखिए ये हमारी टीवी सीरियल जैसा काम है, हमारे टीवी सीरियल कोई एंड ही नहीं है। हाँ। उसका नए नए पोस्ट जोड़ते जाते हैं। सर हम लोग ने वैसे थोड़ा कुछ आपके लिए सोच के रखा था कि आपसे हम लोग इतना कुछ सीखा है, आपको हम लोग गेमिंग का थोड़ा डिक्शनरी आपको सिखाना चाह रहे थे। तो सर एक गेम है जो अमित आप समझा दो हम लोग क्या करेंगे सर के। बेसिकली सर हम गेमिंग में कैसे होता है कि हम लोग मैच के अंदर बिजी रहते हैं तो हम लोग ज़्यादा बातचीत नहीं कर सकते एक दूसरे के साथ, तो हम लोग ना टर्म यूज़ करते हैं जिससे क्या होता है कि एक दूसरे के साथ हम लोग कम्युनिकेट कर सके ईजिली। हर एक की अपनी एक टर्मिनोलॉजी बने। अब देखिए सरकार में जाइए तो सरकारी जो अधिकारी होंगे वो शॉर्ट फॉर्म में ही बोलेंगे, भी बोलते हैं भारतीय जनता पार्टी वैसे ही शॉर्ट फॉर्म हो जाता है। सर पर आपको 1-2 वर्ड्स तो हम लोग बता के जाएंगे। हाँ। आप हमें फिर बताइएगा कि आप कौन से सेंटेंस में उसको यूज करेंगे। ऐसा है, मेरा एक शब्द है P2G2, तो मेरा वो P2G2 शब्द ये है प्रो पीपल गुड गवर्नेंस, P2G2। अच्छा एक और है नूब का मतलब होता है कोई ऐसा जिसको कुछ बहुत मेहनत करने के बाद। देखिए मैं चुनाव सभा में अगर बोलूंगा, अरे नहीं आप लोग सोचोगे मैं किसके लिए बोल रहा हूँ।
अगर मैं बोल दूंगा तो आप तो लोग उसके लिए बोला है। ग्राइंड करके एक वर्ड होता है, तो ये तो खैर आप गेम में भी इस्तेमाल कर सकते हो, आप कहीं भी इस्तेमाल कर सकते हो। ग्राइंड मतलब सर मेहनत करना हो गया बेसिकली। जैसे अगर मैं माइनक्राफ्ट खेलता हूँ तो मुझे उसमें एक एक चीज सीखने के लिए ग्राइंड करना पड़ता। तपना सर, तपना, हिंदी में आसान भाषा में तपना। और दूसरा है सर GTG है, गॉट टू है। मतलब हम जनरली कोई भी गेमिंग सेशन एंड करते हैं तो दोस्तों को कहते हैं कि अभी मैं क्लोज कर रहा हूँ, जाना है, तो हम टाइप करते हैं GTG, गॉट टू। चलो निकलता हूं। AFK मतलब अवे फ्रॉम कीबोर्ड, यानी कि आप गेम खेल रहे हो, 4 लोग एक टीम में एक साथ खेल रहे हैं, अचानक से मम्मी ने बुला दिया कि खाना रेडी हो गया, तो वो फोन इधर ऐसे छोड़ के जाएंगे तो वो मतलब गेम में हार जाएंगे। तो टीम मेंबर्स आके हमें, अगर हम चाहते कि टीम मेंबर्स को समझे कि सुनो मैं जा रहा हूँ लेकिन मेरी जगह तुम लोग लो, तो हम लोग AFK लिखते हैं, अवे फ्रॉम कीबोर्ड, मतलब मैं नहीं हूँ पर तुम लोग संभाल लो। यानी एक दूसरे को कह करके जाते हैं, इतनी डिसिप्लिन फॉलो करते हैं। और सर सबसे बड़ी चीज, आपको कूलेस्ट पीएम कहा जाता है हमारी साइड में। अगर कि सबसे कूल अगर कोई है तो वो हमारे पीएम है। एंड आप जैसे मतलब हमारे और आपकी उम्र में काफी डिफरेंस है, लेकिन फिर भी एक नहीं, आपने किसने बताई ये मीडिया में सब आता है, वो सच मत मानो। हाँ मतलब सर आप भी जेंजी है हमारे। हाँ, मैं कलर करके बाल वाइट रखता हूँ ताकि जहाँ लोगों को लगे कि मैं बैठा हूँ। आपने एक, मुझे याद है, मुझे बहुत बार गई थी यूट्यूब फैन फेस्ट में, आपने जब सर सिंपल चीज वही लाइक शेयर सब्सक्राइब, सब लोग पागल हो गए। आप लोग को कूलेस्ट पीएम को गेमर टैग देना चाहिए। हम लोग सब गेमर्स के नाम है, सर का कोई नाम नहीं है। इंडिया ने मुझे बहुत पहले से नाम दे के रखा है, नमो। तो वो हम लोग क्या कहते हैं, नमो ओपी। सर ओपी इज ओवरपावर्ड, और आपको सबसे ज्यादा ही ओवरपावर्ड, सबसे ज्यादा पावर। सर अभी कुछ आपके साथ गेम्स चलिए थे, हम बहुत एक्साइटेड है आपको गेमिंग सिखाने के लिए। आपको ये पहनाता हूँ। हाँ लूज, फुल लूज। मुझे हाथ मूव करना है, हाँ आगे पीछे मत। जोर से मारिए, जोर से मारिए, हाँ मारिए। मतलब फर्स्ट गो में जिस हिसाब से उन्होंने किया, वी वर माइंड ब्लोन। इंडिया के सब गेमर आज खुश हो गए हैं। वाओ, कैसा था आपका अनुभव ये खेल के? अच्छा ही है, लेकिन सब आप इतनी जल्दी अडैप्ट भी कर लिया, एक्सपेक्ट नहीं किया था मैंने। आप लोगों से ट्रेनिंग लिया। ये देखिए, राइट नीचे आना है ना। किसी को नहीं मिल सकता, उतना मुश्किल है मिलना। जो मौका हमको मिला तो दिस विल बी द बेस्ट मोमेंट ऑफ माय लाइफ वेयर वी प्लेड गेम्स। आप अंदर चले जाइए यहाँ से। देखिए अब यहाँ पे आ गए आप, स्पीड भी बढ़ चुकी है अब। मैं बहुत खुश हूँ क्योंकि ये एक इंडियन गेम है, फर्स्ट टाइम मतलब सर खेल रहे हैं। माधुर जी, क्या बात है, पहुंच गए। गेम इतनी है कि नहीं, गेम तो बहुत बड़ा है। इनको मिलेगा एक त्रिशूल मिलता है यहाँ पर, तो वो त्रिशूल लेके फिर उनको आगे बढ़ना होता है। ये देखिए, ये त्रिशूल है यहाँ पे, तो जैसे ये इन्होंने ई दबाएंगे तो इनको ये त्रिशूल मिल जाएगा। अब इनको पहला हथियार, अपना वेपन मिल चुका है। अब ये लेके वो आगे लॉर्ड विष्णु एंड माँ दुर्गा के गाइडेंस से अपने भाई को बचाएंगे। ये पूरे गेम का शुरुआत और पहलू है। एक बात तो है, हम लोग इतने टाइम से इंस्पायर कर रहे हैं लोगों को गेमिंग करने के लिए। आज आपने हमारे जितना इंस्पायर एक दिन में कर दिया। यानी आप लोगों का कितना समय जाता होगा इसमें देखता हूँ। सर आपको कैसा लगा आज गेमर्स से बात करके? मैं अभी नया हूँ इस दुनिया में, तो मैं बहुत सोचूंगा इस पर। युवा पीढ़ी का भला भी हो जी, और इसका एक पॉजिटिव क्रिएटिव उपयोग कैसे हो। मुझे ऐसे, मैं चाहता हूँ हमारे लोग इसमें आगे जाए और हम दुनिया में चीजों को लेके जाए। सो सर अभी हम लोग स्टम्बल गाइस करके गेम खेल रहे हैं, तो कोड है, रूम कोड है सबका 982981। ओके, जॉइन एवरीवन, जॉइन। ऐसे इस गेम में कैरेक्टर्स होते हैं जिनको आगे आगे जाना होता है, रेस होती है, ऑब्स्टैकल्स होते हैं। आपके कैरेक्टर का नाम नमो है। ये जॉयस्टिक है, हाँ ये सर आपका कैरेक्टर है, और ये जंप बटन है। मैं पूरा दिमाग खपाऊंगा जरा।
अगर आप इसको ऐसे फिंगर रख के मुंह ऊपर की तरफ करोगे तो आगे की तरफ मैं आगे जाता हूँ सर आप तो इसको आप यहाँ पे सर हाथ रखिए और इसको टच स्क्रीन के जैसे ऊपर की तरफ कीजिए। चलिए सर, चलिए सर, जंप करना है। जैसे ही नीचे जाएगा राइट वाला बटन दबाना है आपको। चलो कोई बात नहीं, बहुत बढ़िया, बट बहुत मजा आया, बहुत मजा आया। गाइस सर से सक्सेसफुली हमने मोबाइल गेम खिलवा दिया। स्पीक इन इंडिया। भगवान करे मुझे इसकी आदत ना लगे। सबके साथ सर ये तो बनता है। हम लोग कुछ चीजें लाए थे आपसे साइन कराने के लिए जो हमारे गेमिंग से जुड़े। आप 2 मिनट विराजमान हो जाते तो टेबल पे। फॉर श्योर, नमो ओपी। आप लोग एक काम शुरू कीजिए, हर एक को कहिए कि खुद की सिग्नेचर अपनी मातृभाषा में करें। लोग अब गेमिंग को एक अलग नजरिए से देखेंगे कि हाँ ये भी कुछ है और इसमें भी कुछ करा जा सकता है। ये पहना दीजिए क्या? अच्छा इसको पहनोगे? शाबाश। थैंक यू सर, थैंक यू। सर आपके साथ मुझे कैसे फोटो चाहिए जिसका कंजर्व कर दो जैसे गेम में हम। हाँ चलिए। I think Indian gaming peaked today. Who is the biggest influencer in India? It's our Prime Minister. हमने उनसे मिले।